മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ജനവാസ മേഖലയിൽ നരഭോജി കടുവയുടെ സാന്നിധ്യം വീണ്ടും. നൌഫൽ എന്ന പ്രദേശവാസിയുടെ വീടിന് സമീപത്താണ് കടുവയെ കണ്ടത്. RRT പരിശോധന നടത്തിയെങ്കിലും കടുവയെ പിന്നീട് കണ്ടെത്താനായില്ല. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതാണ് നമ്മുടെ വഴി. ഇതാണ് ഫോറസ്റ്റിന്റെ വഴി. ഈ കാണുന്നില്ലേ, ഇതാണ് വഴി. ഇവിടെ നിന്നാണ് വലിയൊരു മരമുണ്ട്. ഈ മരത്തിന്റെ അടിയിൽ നിന്നാണ് സാധനം കാണുന്നത്. ചാടാനുള്ള ലൈമിൽ നിൽക്കായിരുന്നു എന്നാണ് ഇവരൊക്കെ കണ്ട. അമ്മ എവിടുന്ന് കണ്ടേ? ഇതാ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. RRT സംഘമൊക്കെ വന്നിട്ട് അതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ കണ്ടെത്തിയ കടുവ വയനാട് വൈൽഡ് ലൈഫ് നോർത്ത് ആൻഡ് സൌത്ത് ഡിവിഷനുകളുടെ ഡേറ്റാബേസിൽ ഉള്ളതല്ല എന്ന സൂചന. കർണാടക നാഗർഹോള ടൈഗർ റിസർവിനോടും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയോടും വനംവകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത്, ഈ കടുവയെ കണ്ടെത്താനുള്ള നടപടികൾ അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രതിഷേധങ്ങളേറെ കണ്ട ദിവസമാണ് പഞ്ചാരക്കൊല്ലിയിൽ കടന്നുപോകുന്നത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ പ്രദേശത്തുള്ളവർ ബേസ് ക്യാമ്പായ പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക് എത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. അവരുടെ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ എന്താണ് വൈകുന്നത് എന്നുള്ളതായിരുന്നു. തുടർന്ന് ഒരു ചർച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തി. അപ്പോഴും വനം മന്ത്രിയും കലക്ടറും ഉൾപ്പെടെ ഇവിടേക്ക് എത്തണം, തങ്ങളുടെ അടുത്തേക്ക് എത്തണം, തങ്ങളുടെ ആശങ്ക, തങ്ങളുടെ ഭീതി, തങ്ങളുടെ പരാതി ഇവർ കേൾക്കണമെന്നുള്ളൊരാവശ്യം ഈ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ ADM എത്തി ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുത്തതിന് പിന്നാലെയാണ്, അതിനൊടുവിലാണ് ഈ സമരം, ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഈ പ്രദേശവാസികൾ തയ്യാറാവുകയും ചെയ്തത്. അതിൽ ചില നിർദ്ദേശങ്ങൾ, ചില തീരുമാനങ്ങൾ ഈ ADMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അഥവാ കടുവ ഈ കൂട്ടിൽ കുടുങ്ങുകയാണെങ്കിൽ അതിനെ മൃഗശാലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും. ഒപ്പം ഇവിടെ ഈ യാത്ര ചെയ്യുന്നതിനാവശ്യമായി, കുട്ടികൾക്ക് സ്കൂളിലേക്ക് അടക്കം പോകുന്നതിനാവശ്യമായി വാഹന സൗകര്യം ഏർപ്പെടുത്തും. ഒപ്പം എസ്റ്റേറ്റിലുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകും. തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം ഇന്ന് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കടുവയെ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിനടുത്ത് വെച്ച് ഈ നാട്ടുകാരിൽ തന്നെ ചിലർ കണ്ടു എന്നുള്ള വാർത്തയാണ്. അത് വൈകിട്ടോടെയാണ് എത്തിയത്. ഈ പ്രദേശവാസിയായ ഷാനവാസിൻ്റെയും നൌഫലിൻ്റെയും വീടിന് സമീപത്തോടുകൂടി കടുവ നടന്നുപോയി എന്നുള്ള വാർത്ത അത് വലിയ ആശങ്കയാണ്, വലിയ ഭീതിയാണ് നാട്ടുകാരിൽ ഉണ്ടാക്കിയത്. അവിടെ ആ സമയത്ത് തന്നെ ഒരു തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 കൂടുകൾ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. RRT സംഘം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പ് ചെയ്ത് അവർ അന്വേഷണം ഊർജിതമായ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയും സമാനമായ രീതിയിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം, വിദഗ്ധരുടെ സംഘം കൂടി ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മറ്റൊന്ന്, നാളെ വയനാട് കലക്ട്രേറ്റിൽ വെച്ച് അവലോകന യോഗം നടക്കുന്നുണ്ട്. ഈ അവലോകന യോഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ യോഗത്തിലും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിന് ഇന്ന് പഞ്ചാരക്കൊല്ലി സാക്ഷിയായി എന്നുള്ളത് തന്നെയാണ്. നാളെയും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നീങ്ങുകയും ചെയ്യും.